ഹൈ ഗൈസ്. സോ നിങ്ങളുടെ AMD തിയറി ചാപ്റ്ററിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ AMD തിയറിയിൽ ഞാൻ കുറച്ച് ലാഗ് വരുത്തി, വേറെ കുറച്ച് റീസൺസ് ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ട്രേഡിംഗ് വ്യൂ അക്കൗണ്ട് ട്രയൽ അക്കൗണ്ട് കിട്ടണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർഡറിനൊക്കെ ഫില്ലായി. ഇപ്പോൾ ആ ട്രയൽ അക്കൗണ്ടൊക്കെ ഇട്ട് ഇനി റീപ്ലേ മോഡൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എക്സാമ്പിൾസ് കാണിച്ചു തരാം. അതൊക്കെ വലിയൊരു ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് പിന്നെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് മൈക്ക് വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ അത് പിന്നെ നറേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് നറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാം കൊണ്ടും ലാസ്റ്റ് റീക്രിയേറ്റ് ചെയ്യുന്നൊരു വീഡിയോ തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ നമുക്ക് എന്തായാലും AMD തിയറിയിലേക്ക് പോകാം. AMDയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്, ഇപ്പോൾ AMD തിയറി എന്ന് പറയുന്നത് തന്നെ നമുക്കിപ്പോൾ ഒരു ഒരു SMC എൻട്രി മോഡലാണ് AMD. അതായത് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, 3 മാർക്കറ്റ് ഫേസ് അടങ്ങിയിട്ടുള്ളൊരു മൂവ്മെൻറ്റിനാണ് നമ്മൾ AMD എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ അക്യുമുലേഷൻ എന്താണ്, മാനിപ്പുലേഷൻ എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അതിന് മുമ്പേ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഡൗ തിയറി. ഡൗ എന്ന് പറയുന്നത് ഡൗ ജോൺസ്, എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു ഇൻഡെക്സ്. അപ്പോൾ ആ ഒരു അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇറക്കിയിട്ടുള്ള തിയറി ആയിരുന്നു ഡൗ തിയറി. ഡൗ തിയറിയിൽ ഈ പറയുന്നതിന് AD എന്നാണ്. ഓക്കെ, AD രീതിയിലാണ് നമ്മൾ പറയുന്നത്. അക്യുമുലേഷനിൽ AMDയിൽ M ഇല്ല, ബാക്കി AD, ഇത് രണ്ട് സ്റ്റേജിനകത്തുള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അക്യുമുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മനസ്സിലായില്ലേ? ആ രണ്ട് സെനാറീസ് മാത്രമേ നമുക്ക് ഡൗ തിയറിയിൽ കാണുന്നുള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ AMD തിയറി എവിടെ നിന്നാണ് ഫോം ആയേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, AMD തിയറിയുടെ പിതാവ് എന്ന് പറയുന്നത് ഡൗ തിയറിയാണ്. അപ്പോൾ ഈ ഒരു ഡൗ തിയറി നമ്മൾ പണ്ട് കാലങ്ങൾ തൊട്ടേ, അല്ലെങ്കിൽ 80s 90s തൊട്ടേ പ്രാവർത്തികമായിട്ട് വരുന്ന ഒരു സ്ട്രാറ്റജിയാണ്. പിന്നെ ആയപ്പോഴത്തേക്കും മാർക്കറ്റിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് റീറ്റെയിൽ ട്രേഡേഴ്സ് കൂടി, അതോടൊപ്പം തന്നെ ഒരുപാട് ഫണ്ട്സ് മാർക്കറ്റിൽ പല ഇടത്തുനിന്നായിട്ട് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ചേഞ്ച് ആവാൻ തുടങ്ങി. അങ്ങനെ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ പറഞ്ഞ 2 സ്റ്റേജിൻ്റെ ഇടയിൽ ഒരു സ്റ്റേജ് കൂടി ആഡ് ആക്കേണ്ടി വന്നു. ആ സ്റ്റേജിൻ്റെ പേരാണ് മാനിപ്പുലേഷൻ. ഒരു ക്ലാസിക് ഡൗ തിയറിയിൽ നമ്മൾ പറയുന്നത്, ഒരു മാർക്കറ്റ് ഇപ്പോൾ താഴേക്ക് പോവുകയാണ്. താഴേക്ക് പോയതിന് ശേഷം മാർക്കറ്റിൽ സെല്ലിംഗ് ഇൻട്രസ്റ്റ് കുറയുന്നു. അതിനുശേഷം അവിടെ അക്യുമുലേഷൻ നടക്കുന്നു, ഒപ്പം തന്നെ അവിടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നു മുകളിലോട്ട്. ബട്ട് ഇപ്പോൾ കാലം മാറിയതോടുകൂടി തന്നെ ഈ പറയുന്ന ഒരു സ്റ്റേജ് ഒന്ന് മാറിയിട്ടുണ്ട്, മ്യൂട്ടേറ്റ് ആയിട്ടുണ്ട്. മാർക്കറ്റ് ഒരുപക്ഷെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അക്യുമുലേഷൻ ചെയ്യും. അപ്പോൾ ഇവിടെ ആളുകൾ മേടിക്കുമല്ലേ, മേടിച്ചതിന് ശേഷം മാർക്കറ്റ് മാനിപ്പുലേഷൻ നടത്തും. താഴോട്ടാണ് ഞാൻ പോകുന്നതെന്ന് അവരെ പറ്റിച്ചുകൊണ്ട് തിരിച്ച് മുകളിലോട്ട് കയറും. ഇതാണ് AMD എന്ന് പറയുന്നത്. AMDയിലെ ഓരോ ഫേസസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് ഫേസാണ് അക്യൂമുലേഷൻ. എന്താണ് അക്യൂമുലേഷൻ, അല്ലെങ്കിൽ അക്യൂമുലേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ചെയ്യുക, അല്ലെങ്കിൽ സ്വരുക്കൂട്ടി വയ്ക്കുക. അപ്പോൾ അതുപോലെ ഒരു മാർക്കറ്റിനെ നമ്മൾ വിത്തൗട്ട് മൂവിങ് ദ മാർക്കറ്റ്, അത് അധികം മുകളിലോട്ടൊന്നും മൂവ് ചെയ്യാതെ ഒരു സ്പെസിഫിക് ടൈപ്പിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പ്രൈസ് റേഞ്ചിൽ അക്യുമുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്വരുക്കൂട്ടി വയ്ക്കുന്നതിനാണ് നമ്മൾ അക്യുമുലേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്ന ടേമാണ് മാനിപ്പുലേഷൻ. എന്താണ് മാനിപ്പുലേഷൻ? സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിക്കുക. അതായത് മുകളിലോട്ടാണ് താൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട് പിന്നെ താഴേക്ക് വരിക, അല്ലെങ്കിൽ താഴോട്ടാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് മുകളിലേക്ക് പോവുക, അല്ലെങ്കിൽ സൈഡ് വേസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിറക്ഷനിലാവുക. ഇതെല്ലാം നമുക്ക് ഈ മാനിപ്പുലേഷൻ്റെ ഗണത്തിൽ പറയാനായിട്ട് പറ്റും. ഈ മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയും ക്രിപ്റ്റോ മാർക്കറ്റിൽ മാനിപ്പുലേഷനാണ്, എൻ്റെ സ്റ്റോപ്പ് ലോസ് എടുത്ത ഉടനെ താഴോട്ട് വരുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എടുത്തതിന് ശേഷം മാർക്കറ്റ് എന്ത് പറ്റുവാണ്, ഒരുപാട് ലിക്വിഡിറ്റി ഗ്യാദർ ചെയ്യുവാണ്, അതോടൊപ്പം തന്നെ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ വേറെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റ് മാനിപ്പുലേറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് മാർക്കറ്റ് മേക്കേഴ്സ്. സിംപ്ലി അവരൊക്കെ ഈ പറയുന്ന ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അക്യുമുലേഷൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞ് മാനിപ്പുലേഷൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പഠിക്കാം. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അക്യുമുലേഷൻ കഴിഞ്ഞ് വരുന്ന, ഇപ്പോൾ ഡൗ ജോൺസ് തിയറിയുടേതാണെങ്കിൽ, ഒരു ഡൗ ജോൺസ് തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ അക്യുമുലേഷൻ കഴിഞ്ഞ് വരുന്ന ഒരു ഡിറക്ഷണൽ മൂവാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ AMD തിയറിയിലും ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഡിറക്ഷണൽ മൂവാണ്. ഏതർ മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ട് വളരെ ശക്തമായിട്ട്, അല്ലെങ്കിൽ മോഡറേറ്റ് ആയിട്ട് തന്നെ താഴേക്കോ മുകളിലോട്ടോ പോകുന്ന മൂവ്മെൻറ്റിനാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ നമുക്കിനി 3 കാര്യങ്ങളെ ഒന്ന് ചേർത്ത് വയ്ക്കാം. ഫസ്റ്റ് സ്റ്റേജാണ് അക്യൂമുലേഷൻ. സെക്കൻഡ് സ്റ്റേജാണ് എങ്ങോട്ടാണോ പ്രൈസിന് പോകുന്നത് അതിനെതിരായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നടത്തി ആളുകളെ പറ്റിക്കുന്നത്. ഈ ഒരു സെനാറിയോയിൽ മാർക്കറ്റിന് താഴേക്കായിരുന്നു പോകേണ്ടത്. സോ അക്യുമുലേഷൻ കഴിഞ്ഞിട്ട് മാർക്കറ്റ് പറയുവാണ്, ഞാനിനി മുകളിലോട്ടാണ് പോകുന്നത്. ഇത് മുകളിലോട്ട് പോയി ഇനി എവിടെ നിന്നാണ് ഇത് മാനിപ്പുലേഷൻ.
മുകളിലോട്ട് പോയതിന് ശേഷം അപ്പോൾ എന്ത് പറ്റും, ഒരുപാട് ആളുകൾ അവിടെ വന്ന് മേടിക്കും, ബൈ ചെയ്യും. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്ത് വെച്ചിരുന്ന ആളുകളുടെ SL ഹിറ്റ് ചെയ്യും. എല്ലാം കൂടി കൊണ്ടിട്ട് തന്നെ ഇവരുടെ ഷോർട്ട് ഓർഡേഴ്സ് എന്ത് പറ്റും, ഇവിടെ നിന്നേ ഫില്ലാവും. ഫില്ലായതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് എങ്ങോട്ടാണോ പോകേണ്ടത് ആ ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നു. അതാണ് ഡിസ്ട്രിബ്യൂഷൻ. ഈ 3 സ്റ്റേജസാണ് നമ്മുടെ AMD തിയറിയിൽ ഉള്ളത്. 1 അക്യുമുലേഷൻ, 2 മാനിപ്പുലേഷൻ, 3 ഡിസ്ട്രിബ്യൂഷൻ. ഇനി ആരൊക്കെ എന്ത് തിയറിയുടെ അടിസ്ഥാനം പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എന്നും പറയുന്നൊരു കാര്യമാണ്, ഇതെന്ന് പറയുന്നത് ഡൗ ജോൺസ് തിയറിയുടെ ഒരു മ്യൂട്ടേറ്റഡ് വെർഷനാണ്. നമുക്ക് ഒരുപാട് റേഞ്ച് തിയറീസ് മാർക്കറ്റിലുണ്ട്. ഫോർ എക്സാമ്പിൾ ഗ്യാൻഡാൽസ് റേഞ്ച് തിയറി, അതോടൊപ്പം തന്നെ വേറെ ക്ലാസിക് ആയിട്ടുള്ള ഫിബനാച്ചി റേഞ്ച് തിയറി, ഫിബനാച്ചി ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം, അങ്ങനെ ഒരുപാട് റേഞ്ച് തിയറീസ് ഉണ്ട്. ഈ ഒരു റേഞ്ച് തിയറീസും ഈ പറയുന്ന AMDനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. AMDനെ ന്യായീകരിക്കാൻ ഒരേ ഒരു തിയറിക്കായിട്ടുള്ള ആസ് ഫാർ ആസ് ഐ നോ ദാറ്റ് ഈസ് ഡൗ ജോൺസ് തിയറി, അതായത് നമ്മളെ ഡൗ തിയറി. ഡൗ തിയറിയിൽ ഈ പറയുന്നത് പോലെ അക്യുമുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് നല്ലൊരു മാർക്കറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അക്യുമുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് തന്നെ പോകും, അല്ലാന്നുണ്ടെങ്കിൽ താഴോട്ടാണെങ്കിൽ താഴോട്ട് തന്നെ പോകുമായിരുന്നു. ഇപ്പോൾ മാർക്കറ്റിന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ട്രേഡേഴ്സ് ഒരേ ഡിറക്ഷനിൽ തന്നെ ഇടുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും അല്ലെങ്കിൽ തന്നെ വേറെ വലിയ ഹെഡ്ജ് ഫണ്ട്സ്, അങ്ങനെ എന്തെങ്കിലും ഒരു ബിഗ് പ്ലെയേഴ്സിന് അവിടുത്തെ പ്രോഫിറ്റ് നഷ്ടപ്പെടുന്ന ഒരു സെനാറിയോ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതി കൊണ്ടായിരിക്കാം കാലക്രമേണ ഈ ഒരു മാനിപ്പുലേഷൻ എന്നൊരു സ്റ്റേജ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ SMC ട്രേഡിങ്ങിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രേഡിംഗ് സെറ്റപ്പാണ് ഈ പറയുന്ന AMD തിയറി സെറ്റപ്പ് എന്ന് പറയുന്നത്. കുറച്ച് നാൾക്ക് മുമ്പേ ഞാൻ കറക്റ്റ് ഫോട്ടോ എടുത്ത് കാണിച്ചത് ഞാൻ ഗ്രൂപ്പിൽ EURUSDയിൽ 3 മിനിറ്റിൽ ഒരു AMD തിയറിയുടെ എക്സാമ്പിൾ കാണിച്ചു തന്നായിരുന്നു. ഇതായിരുന്നു ആ ഒരു എക്സാമ്പിൾ. ഫ്രണ്ട് ഓക്കെ, ഇവിടെ ഈ ഒരു സ്ക്രീൻ നിങ്ങൾ കാണുവാണെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ അക്യുമുലേഷൻ നടക്കുന്നു, ഇവിടെ മാനിപ്പുലേഷൻ നടക്കുന്നു, അതോടൊപ്പം തന്നെ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നു. ഞാൻ പ്രിഡിക്റ്റ് ചെയ്തായിരുന്നു. പ്രിഡിക്റ്റ് ചെയ്തതിന് ശേഷം ഒബ്വിയസ്ലി ഈ പറയുന്ന പോലെ ഞാൻ അവിടെ നിന്ന് എൻട്രി എടുത്തായിരുന്നു. എൻട്രി എടുത്തതിന് ശേഷം ആ ഒരു എൻട്രി TP ഹിറ്റ് ചെയ്തായിരുന്നു. ഞാനിത് ആ ഒരു എൻട്രി അവിടെ നിന്ന് TP ഹിറ്റ് ചെയ്തായിരുന്നു. അപ്പോഴത്തേക്ക് ഞാനത് പറയുകയും ചെയ്തു, ഇത് ഞാൻ എക്സാമ്പിളിലോട്ട് ആഡ് ചെയ്യാമെന്ന്. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ചാർട്ട് സെറ്റപ്പ് ഞാൻ എടുത്ത് കളഞ്ഞു, പക്ഷേ ഈ സ്ക്രീൻഷോട്ട് എൻ്റെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ AMD തിയറി വെച്ച് എടുത്തതാണ്. അക്യുമുലേഷൻ കഴിഞ്ഞ് മാനിപ്പുലേഷൻ കഴിഞ്ഞു. ഇനി ആ മാനിപ്പുലേഷൻ നടന്ന സോണിൽ നിന്ന് ഞാനൊരു എൻട്രി എടുത്തായിരുന്നു. ആ ഒരു എൻട്രിയിൽ അത് TP ഹിറ്റ് ആയിരുന്നു. നിയർലി 13 hour ട്രേഡായിരുന്നു അത്. ഓക്കെ, സോ ഇൻ ഷോർട്ട് നമ്മുടെ AMD തിയറിയിലെ ഒരു ട്രേഡ് എടുക്കുന്ന എക്സാമ്പിളാണ് കാണിച്ചത്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. AMD തിയറി എന്ന് പറയുന്നത് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞത്. ഇത് വർക്ക് ആവേണ്ട കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ AMD തിയറിയിൽ ബുള്ളിഷ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ അക്യുമുലേഷൻ കഴിഞ്ഞ് താഴോട്ട് മാനിപ്പുലേഷൻ നടത്തിയിട്ട് മുകളിലോട്ടാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതൊരു ഡൗൺ ട്രെൻഡിലായിരിക്കണം ഒക്യൂർ ആകേണ്ടത്. അതായത് ഡൗ ജോൺസ് തിയറിയിൽ ഒരു സെനാറിയോ ഉണ്ട്. അക്യുമുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലാക്ക് ഓഫ് ബൈയിങ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് സെല്ലിങ്, ഇങ്ങനത്തെ കുറച്ച് സെനാറിയോസ് വരും. അപ്പോൾ ഒരു താഴോട്ടുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ അക്യുമുലേഷൻ കഴിഞ്ഞ് താഴോട്ട് മാർക്കറ്റ് പോയി. ഇപ്പോൾ അവിടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് പഠിച്ചവർക്കറിയാം, താഴോട്ട് മാർക്കറ്റ് പോകുന്തോറും സെല്ലേഴ്സിന് സെല്ല് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കുറയും, ബയേഴ്സിന് ബൈ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്പെസിഫിക് മൂവ്മെൻറ്റിന് ശേഷം മാർക്കറ്റ് എന്ത് പറ്റും, തിരിച്ച് കൺസോളിഡേറ്റ് ചെയ്ത് അവിടെ നിന്ന് തിരിച്ച് പ്രൈസ് പമ്പ് ചെയ്യാറുണ്ടായിരുന്നു. ശേഷം ഇവിടത്തേക്ക് റെസിസ്റ്റൻസ് ടച്ച് ചെയ്തിട്ട് പിന്നെയും പ്രൈസ് എന്ത് പറ്റും, അക്യുമുലേറ്റ് ചെയ്തിട്ട് താഴോട്ട് വരും. അതിനുശേഷം പിന്നെ അക്യുമുലേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകും, അക്യുമുലേറ്റ് ചെയ്തിട്ട് താഴോട്ട് വരും. ആ രീതിയിൽ പ്രൈസ് എന്താണ് മൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് AMD തിയറിയിൽ AMD തിയറി വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അക്യുമുലേഷൻ നടക്കുന്ന സ്ഥലം എവിടെയാണ് അക്യുമുലേഷൻ നടന്നതെന്ന് നോക്കണം. ഇപ്പോൾ ഒരു ഇത്രയുള്ളൊരു മൂവ്മെൻറ്റ് ഞാൻ കാണുവാണ്, ഇതൊരു റേഞ്ച് അല്ലേ, ഈ റേഞ്ചിൻ്റെ ഇടയിൽ വന്നിട്ട് ഇത് അക്യുമുലേഷൻ ചെയ്ത് ഇവിടെ മാനിപ്പുലേഷൻ നടത്തുവാണെങ്കിൽ തിരിച്ചിങ്ങനെ പോകുമ്പോൾ ഇത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. മറിച്ച് എക്സ്ട്രീം ലോസിലും ഹൈസിലുമാണ് ഈ പറയുന്ന AMD തിയറി നമ്മൾ പ്രാവർത്തികമാകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ലോയും ഹൈയും ഞാൻ മാർക്ക് ചെയ്യുവാണ്, ഹൈ ടൈം ഫ്രെയിമോ ലോ ടൈം ഫ്രെയിമോ. ഈ ഒരു ലോയിൽ വന്നിട്ട് ഇപ്പോൾ പ്രൈസ് എന്താണ് ഇത് കൺസോളിഡേറ്റ് ചെയ്യുവാണ്, അക്യുമുലേഷൻ, മാനിപ്പുലേറ്റ് ചെയ്യുവാണ്, മാനിപ്പുലേഷൻ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് തരുവാണ്. ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഒരു എൻട്രി എടുക്കാം, വിത്ത് SL ഹിയർ, എൻട്രി ഹിയർ, ടാർഗറ്റ് ഹിയർ. മാർക്കറ്റ് തിരിച്ച് അവിടെ വന്ന് നൈസായിട്ട് തിരിച്ച് പമ്പാവും. മനസ്സിലായില്ലേ? സോ AMD തിയറിയിലെ ഒരു മെയിൻ പോയിൻ്റ് ഇതാണ്. നമ്മളിപ്പോൾ ഒരു ബൈ എടുക്കാനാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ AMD തിയറി ബുള്ളിഷ് നോക്കുവാണെങ്കിൽ അവിടെ ഒരു ഡിറക്റ്റ് ലോ പോയിന്റിലായിരിക്കണം ഈ പറയുന്ന അക്യുമുലേഷൻ വരേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു ഹൈ പോയിന്റിലാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഹൈ പോയിന്റിലായിരിക്കണം ഈ പറഞ്ഞ അക്യുമുലേഷൻ വന്ന് മുകളിലോട്ട് മാനിപ്പുലേഷൻ വന്നിട്ട് താഴോട്ട് ഡിസ്ട്രിബ്യൂഷൻ വരേണ്ടത്.
നേരത്തെ കാണിച്ചിരുന്ന യൂറോ USDയുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കണ്ടോ, നമ്മളിപ്പോൾ LTF ആയതുകൊണ്ട് LTF ഡൗൺ ട്രെൻഡ് എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ഒരു ഒത്ത ഡൗൺ ട്രെൻഡിലാണ് ഇത് എന്ത് പറ്റുന്നത്, ഇത് താഴോട്ട് വന്നിട്ട് പിന്നെയാണ് അവിടെ നിന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ പിന്നെ അത് തിരിച്ച് കയറുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് ഉടനെ ഈ പറയുന്ന ഹൈ തന്നെ ഞാൻ TP വയ്ക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, കറക്റ്റ് അത് വന്ന് അവിടെ ഹിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്തത് ഈ ഒരു ബേസിസിലാണ്. AMD തിരയുടെ 1-2 എക്സാമ്പിളോട് കാണിച്ചു തരാം ഞാൻ. ആ ഒരു എക്സാമ്പിൾ കാണിക്കുന്നതിന് മുന്നേ ഈ ഒരു കാര്യം പറഞ്ഞു തരണമെന്ന് എനിക്ക് തോന്നി. അതായത് കണ്ടോ, ഇവിടെ ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് അക്യുമുലേറ്റ് ചെയ്യുകയാണ്. അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ ഒരു മാനിപ്പുലേഷൻ കാണുവാണ്. സംടൈംസ് ഇവിടെയൊക്കെ ഇപ്പോൾ റീപ്ലേ ബട്ടൺ ഇവിടെയൊക്കെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഈസി ആയിട്ട് കാണാൻ പറ്റും ഇതൊരു മാനിപ്പുലേഷൻ ആണെന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ ബ്രോ എന്ന് നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ട് ഇവിടെ നിന്ന് തിരിച്ച് എന്തുകൊണ്ട് മുകളിലോട്ട് പോയില്ല എന്നുള്ളത്. ആക്ച്വലി ഇത് കണ്ടോ, ഇതല്ലേ റേഞ്ച്, എവിടെയാണ് മാനിപ്പുലേഷൻ നടന്നേക്കുന്നത്? നമ്മുടെ മീഡിയം ലെവൽ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ലെവലിൽ നടന്നേക്കുന്നത്, ഡിസ്കൗണ്ട് ലോ പ്രീമിയത്തിലോ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല, അത് വർക്ക് ആവാനുള്ള ചാൻസും കുറവാണ്. മറിച്ച് ഇപ്പോൾ ഞാൻ ലൈവ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിനി അപ്കമിങ് ഡേയ്സിൽ യൂറോ USDയിൽ പ്ലേ ഔട്ട് ആകാൻ പോകുന്നൊരു സെനാറിയോ ആണ്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് കയറിയിട്ട് ഇവിടെ നിന്ന് നല്ലൊരു അപ് ട്രെൻഡിൽ പോയിട്ട് ഇവിടെ നിന്ന് അക്യുമുലേഷൻ നടന്നു, തിരിച്ച് ഇവിടെ നിന്ന് മാനിപ്പുലേഷൻ നടന്നു, ഇപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് വന്ന് ഈ ലോയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് പറ്റാം, നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. കാരണം ഞാനിപ്പോൾ ഒരു എൻട്രി നോക്കുന്ന ഒരു ഏരിയയാണ്. ഇതാ ഈ സംവെയർ അറൗണ്ട് ഹിയർ ഇവിടെയൊക്കെ നമുക്ക് എൻട്രി ഇപ്പോൾ നോക്കുന്ന ഏരിയയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ തിയറിയാണ്. നേരത്തെ ആ ചെറിയ ടൈം ഫ്രെയിമിലെടുത്ത് അതേ ട്രേഡിൻ്റെ വലിയ എക്സാമ്പിൾ എന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഇവിടെ. അതായത് കണ്ടോ, ഈ ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം ഇവിടെ മാർക്കറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ചെറുതായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് മാർക്കറ്റ് ഇത് കണ്ടോ പമ്പ് ചെയ്ത് തിരിച്ച് കയറുന്നുണ്ടോ ഡിസ്ട്രിബ്യൂഷൻ. സോ അതുപോലെ ഇവിടെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ETH/USDTയിൽ ഇടയ്ക്കൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു, ആ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. Where was that? ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഓക്കെ, ഐ തിങ്ക് ഇതായിരുന്നു 30 മിനിറ്റ്. ഇത് തന്നെയായിരുന്നു. ഇതാ ഇവിടെ നമ്മൾ ഒരു അപ് ട്രെൻഡിന് ശേഷം ഇവിടെ അക്യുമുലേഷൻ നടക്കുമായിരുന്നു പ്രൈസിൽ. അതിനുശേഷം മാർക്കറ്റ് അക്യുമുലേറ്റ് ചെയ്തതിന് ശേഷം നേരെ മാനിപ്പുലേഷൻ നടത്തുമായിരുന്നു. മാനിപ്പുലേഷൻ നടക്കുമ്പോഴേ നമുക്കറിയാം ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ ഹണ്ട് ചെയ്ത് പോകുന്നു നമുക്ക് കാണാനായിട്ട് പറ്റും. ശേഷം നമുക്കിവിടെ ഡിസ്ട്രിബ്യൂഷൻ കാണാനായിട്ട് പറ്റിയായിരുന്നു. അപ്പോൾ ഇതാ പിന്നെ ഇവിടുത്തെ ഒരു സപ്ലൈ സോൺ ഉണ്ടായിരുന്നു. ഈ സപ്ലൈ സോണിൽ നിന്ന് കറക്റ്റ് അത് ഒന്ന് റിജക്റ്റ് ആയിട്ടുണ്ട്. ഇതുവരെ വന്നിട്ടില്ലല്ലേ, നമുക്ക് നോക്കാം സപ്ലൈ സോണിലെ ടാപ്പ് ആകുമെന്ന് നോക്കാം. സോ ഇവിടെ നിന്നൊരു ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്, തിരിച്ച് ആ ഒരു ഏരിയയിലോട്ട് പുൾ ബാക്ക് ഉണ്ട്. ഇനി നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈ ഒരു സപ്ലൈ സോൺ ആയിരിക്കും. നമുക്ക് ഈ ഒരു സപ്ലൈ സോണിൽ പ്രൈസ് ടാപ്പ് ആകുന്നുണ്ടോ നോക്കാം. അവിടെ നിന്ന് ടാപ്പ് ആയിട്ടുണ്ട്, കറക്റ്റ് അവിടെ നിന്ന് ക്ലീൻ റിജക്ഷനും കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ശേഷം നമുക്ക് ഈ ഒരു സപ്ലൈ സോണിലൂടെ ഒന്ന് വാച്ച് ചെയ്യണം. കറക്റ്റ് അവിടെ നിന്ന് ഇതായതുകൊണ്ട് റിജക്റ്റ് ആയതുകൊണ്ട് ആ ഒരു സപ്ലൈ സോണിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള മൂവ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിരുന്നു നമ്മൾ TP വരേണ്ടത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അക്യുമുലേഷൻ തുടങ്ങിയത് ഈ ഒരു അപ് ട്രെൻഡിന് ശേഷമാണല്ലോ, അല്ലെങ്കിൽ ഇവിടെ TP ആയിട്ട് വയ്ക്കാമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ കറക്റ്റ് ഈ ഒരു ലെവലിലേക്ക് വന്നായിരുന്നു. അതിനുശേഷം ഇതൊക്കെ ഈ റിജക്ഷൻ കിട്ടി. നിയർലി ഐ തിങ്ക് ഇവിടെ നിന്ന് എൻട്രി എടുത്തിരുന്നെങ്കിൽ, ഈ ഒരു സോണിൽ നിന്നൊക്കെ നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ നിയർലി ഒരു 5 hour ഈസിലി കിട്ടുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആ ഒരു AMD തിയറിയുടെ എക്സാമ്പിളാണ്. അതുപോലെ ഒരുപാടുണ്ട്. ഞാനിപ്പോൾ കറക്റ്റ് ഇപ്പോൾ ഇതിൽ ചാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറ്റത്തില്ല. ഇവിടെ ഒരു എക്സാമ്പിളുണ്ട് AMDയുടെ. ഇത് അക്യുമുലേഷൻ, ഇത് ഒരു ഫസ്റ്റത്തെ ഒരു അപ് ട്രെൻഡ്, അതിനുശേഷം ഇത് അക്യുമുലേഷൻ കഴിഞ്ഞ് ഇത് മാനിപ്പുലേഷൻ കഴിഞ്ഞ് ഈസി ആയിട്ട് അവിടെ നിന്നൊരു ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. കണ്ടോ, നല്ലൊരു ഡിസ്ട്രിബ്യൂഷനാണത്. അപ്പോൾ അതുപോലെ ഇവിടെ ഇപ്പോൾ വേറെ എക്സാമ്പിൾ എടുക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് മാർക്കറ്റിൽ, അക്യുമുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മാനിപ്പുലേഷൻ്റെ. ഇതെന്തായാലും ഞാൻ ഒന്ന് അല്ലാതെ വരച്ച് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ഇവിടെ ഞാൻ എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഈ പറയുന്നൊരു ഏരിയയിൽ ഞാൻ എൻ്റെ പെന്നും കൂടി എടുക്കട്ടെ. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ഡൗൺ ട്രെൻഡ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓരോ ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് അക്യുമുലേറ്റ് ചെയ്യുകയാണ്. അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും
നമുക്ക് ഇവിടെ നിന്ന് ഈ ഫസ്റ്റ് തന്നെ ഈ ഒരു ഡൗൺ ട്രെൻഡ് എത്രത്തോളം സ്ട്രെങ്തി ആണെന്ന് നമ്മൾ നോക്കണം. നോക്കിയപ്പോൾ ഡൗൺ ട്രെൻഡ് നല്ലൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. നല്ലൊരു ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഈ പറയുന്ന അക്യുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ മാനിപ്പുലേഷൻ അല്ലാതെ വേറൊരു സെനാറിയോ വരും. ആ ഒരു സെനാറിയോനെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഓഫ് കോഴ്സ് DBD. നമ്മുടെ സപ്ലൈ ആൻഡ് ഡിമാൻഡിൽ ഫ്രാക്ടൽസ് പഠിച്ചപ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫ്രാക്ടൽസ് RBR DBD അതൊക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രോങ് ബെയറിഷ് മൂവ്മെൻ്റ് ആണ് വരുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു ബേസ് വന്നിട്ട് DBD സംഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് രണ്ടും കൺഫ്യൂഷൻ ആയാലോ, ഏതെടുക്കും? ആ പറഞ്ഞ ഡൗൺ ട്രെൻഡ് സ്ട്രോങ് ആണെങ്കിൽ DBD നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് വീക്ക് ആണെങ്കിലോ? ഓഫ് കോഴ്സ് അത് വീക്കായിട്ടിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ AMD തിയറിയുടെ അക്യൂർ ആവുന്നത്. ഏതെങ്കിലും ഒരു സൈഡ് വീക്ക് ആകുമ്പോൾ അടുത്ത സൈഡ് നാച്ചുറലി സ്ട്രോങ് ആവുമല്ലോ, അതല്ലേ അതിൻ്റെ ഒരു രീതി. ഇപ്പോൾ ഡൗൺ ട്രെൻഡ് വീക്ക് ആണെങ്കിൽ തൊട്ടടുത്തുള്ള അപ്പ് ട്രെൻഡ് സ്ട്രോങ് ആയിരിക്കും. അപ്പ് ട്രെൻഡ് വീക്ക് ആണെങ്കിൽ തൊട്ടടുത്തുള്ള ഡൗൺ ട്രെൻഡ് സ്ട്രോങ് ആയിരിക്കും. സോ അതുപോലെ ഇപ്പോൾ ഈ ഒരു ഡൗൺ ട്രെൻഡ് വീക്ക് ആണോ സ്ട്രോങ് ആണോ നോക്കണം. ഓരോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിലും, അതായത് ഇവിടെ വരുന്ന ഓരോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും എങ്ങനെയുണ്ടെന്ന് നോക്കണം. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു വീക്ക് ആയിട്ടുള്ള ഡൗൺ ട്രെൻഡ് ആണിത്. അപ്പോൾ വീക്ക് ആയിട്ടുള്ള ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് അടുത്ത അക്യുമുലേഷൻ എന്ന് പറയുന്നത് ഇത് തിരിച്ച് പമ്പ് ചെയ്യാനായിരിക്കും. സോ ഒരു ഒരു എക്സ്പ്ലോസീവ് മൂവ്മെൻറ്റ് നടന്നു. ശേഷം നമുക്കിവിടെ ഒരു അക്യുമുലേഷൻ സ്റ്റേജ് നടന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ ചോദിക്കും എൻട്രി എടുക്കുന്നത് എപ്പോഴാണ്, TP വയ്ക്കുന്നത് എവിടെയാണ്? അതൊക്കെ നമുക്ക് എൻട്രി വരുന്നത് ഈ പറഞ്ഞ മാനിപ്പുലേഷൻ ഫേസിലാണ്. മാനിപ്പുലേഷൻ സോണിലാണ് മെയിൻലി എൻട്രി വരുന്നത്. മാനിപ്പുലേഷൻ സോൺ ഞാനൊന്ന് ഡ്രാ ചെയ്തെടുത്തു. എങ്ങനെ മാനിപ്പുലേഷൻ സോൺ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പറയുന്ന ലോവസ്റ്റ് സ്പോട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇത് മാനിപ്പുലേറ്റ് ആവുന്നവർ കാത്തിരിക്കുന്നു. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാനിപ്പുലേറ്റ് ആവും പ്രൈസ്. വെയിറ്റ്, ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാനിപ്പുലേറ്റ് ആവും. മാനിപ്പുലേറ്റ് ആയതിനു ശേഷം ഇവിടെ വരുന്ന ഈ ഒരു റേഞ്ച് ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യും. ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ചാടി കയറി എൻട്രി എടുക്കരുത്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഇവിടെ എവിടെയെങ്കിലും ഡിമാൻഡ് സോൺ ഉണ്ടെങ്കിൽ അത് ഡ്രോ ചെയ്തിടുക. തിരിച്ച് പ്രൈസ് ആ ഒരു ഡിമാൻഡ് വരുന്നവർ കാത്തിരിക്കുക. അവിടെ നിന്ന് വന്നതിന് ശേഷം ഇവിടെ നിന്ന് ഒരു ചെറിയ ലോ എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. ഇവിടെ നിന്ന് സ്ട്രക്ചർ ബുള്ളിഷായിട്ട് കൺഫർമേഷൻ കിട്ടിയതിന് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, തൊട്ട് താഴെ വന്നിട്ട് അടുത്തൊരു ഡിമാൻഡ് സോൺ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ നോക്കുക. നോക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾ ന്യൂബീസ് ആയതുകൊണ്ട് എൻട്രി അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് താഴെ വേണം വെക്കാൻ. സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ ടൈറ്റൊന്നും വെക്കരുത്, അതിനൊന്നും നിങ്ങളായിട്ടില്ല. സ്റ്റോപ്പ് ലോസ് താഴെ വരെ വെക്കുക. അത് കഴിഞ്ഞ് ടാർഗറ്റ് എവിടെ വെക്കും? ഏറ്റവും സേഫ് ആയിട്ടുള്ള ടാർഗറ്റാണ് ഫിബൊനാച്ചി 50% എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങി വരെ. ഇതൊക്കെ എന്തുവാണേ, ഇവിടെ നിന്ന് ഈ പറയുന്ന വെരി ഗുഡ്. ഓക്കെ, ഇതാ ഇത് കണ്ടോ, ഈ പറയുന്ന ഫിബൊനാച്ചി എടുത്തിട്ട് ഈ പറയുന്ന ടോപ്പ് ടു ഈ പറയുന്ന അക്യുമുലേഷൻ്റെ ലോ വരെ എടുക്കുക. എടുത്തതിന് ശേഷം ടാർഗറ്റ് അവിടെ വെക്കുക. അതാണ് മെയിൻ ടാർഗറ്റ്. അവിടെ നിങ്ങൾ 50% 40% ബുക്ക് ചെയ്തിട്ട് SL എന്ത് ചെയ്യുക, ബ്രേക്ക് ഈവനിൽ വെക്കേണ്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ പിന്നെ അടുത്ത് നിങ്ങളുടെ മെയിൻ ടാർഗറ്റ് വരേണ്ടത് ഈ പറയുന്ന സോണിൻ്റെ മുകളിലുള്ള സപ്ലൈ സോൺ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മാർക്ക് ചെയ്യുക. അവിടെ TP വെക്കുക. അതാണ് നിങ്ങളുടെ TP നമ്പർ 2, അതായത് നിങ്ങളുടെ ഫൈനൽ TP. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എൻട്രി മോഡൽ വരുന്നത്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഇവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ പറയുന്ന അക്യുമുലേഷൻ കഴിഞ്ഞിട്ട് മാനിപ്പുലേഷൻ കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. ഈ പറയുന്ന മാനിപ്പുലേഷൻ നടന്ന ഏരിയ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. അവിടെ വരെ പ്രൈസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ആ പറയുന്ന അക്യുമുലേഷൻ ഏരിയയിൽ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ വരെ നടന്നായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഇപ്പോൾ തിരിച്ച് കയറുന്നുണ്ട്. നമ്മളെ സോണിൽ ടാപ്പ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ സോൺ ഒന്ന് റിഫൈൻ ചെയ്ത് കൊടുക്കാം. ഈ പറയുന്ന വിക്ക് മാത്രം എടുക്കുവാണ്. നമുക്ക് നമ്മുടെ 15 മിനിറ്റ് 5 മിനിറ്റ് ഞാൻ റിഫൈൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പറയുന്ന സോൺസിലെല്ലാം പോവാം. ഇത് ഇപ്പോൾ റിജക്റ്റ് ആയിട്ടുണ്ട്. ശേഷം നമ്മൾ ഇവിടുത്തെ ഉള്ള നെക്സ്റ്റ് സപ്ലൈ ഞാനൊന്ന് മാർക്ക് ചെയ്തിടുവാണ്. ഓക്കെ, ഞാൻ അവിടെ വരെ പ്രൈസ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, പ്രൈസ് ഇപ്പോൾ അവിടുത്തെ മുകളിലൊന്ന് ടാപ്പായിട്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പറയുന്ന സപ്ലൈ സോണുണ്ട്, ഇതിവിടെ ഒന്ന് വാച്ച് ചെയ്യാം. ഇവിടെ നിന്ന് റിജക്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു ക്ലീൻ മൂവ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മുകളിലത്തെ സപ്ലൈ നിന്ന് ടാപ്പായി താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സോൺ കൊള്ളാം. ഇനി നമുക്ക് എങ്ങ് വരെ പ്രൈസ് പോകുമോ എന്നൊന്ന് വാച്ച് ചെയ്യട്ടെ. ഓക്കെ,
ഇപ്പം നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് പ്രൈസിൽ നിന്ന്. പിന്നെ ഞാൻ ക്ലിയർ ആയിട്ട് ഇവിടെ ഒരു എൻട്രി വെക്കുവാണ്, ഈ ഒരു ഏരിയയിൽ എൻട്രി വെക്കുവാണ്. നിങ്ങളിങ്ങനെ എൻട്രി എടുക്കണമെന്നില്ല അഗ്രസീവായിട്ട്, ഇപ്പം ഞാനായതുകൊണ്ട് ഒന്ന് എടുക്കുന്നതാണ്, മനസ്സിലായില്ലേ. ദെൻ ടാർഗറ്റ് നമുക്ക് വരുന്നത് നേരത്തെ പറഞ്ഞ ഈ ഒരു എക്സ്പ്ലോസീവ് മൂവ്മെൻറ്റിൻ്റെ 50%. ഞാൻ ഇവിടുത്തെ തൊട്ടടുത്തുള്ള ഡിമാൻഡ് സോണിലൊന്ന് എൻട്രി ടാർഗറ്റ് വെക്കുവാണ്, ഈ പറഞ്ഞ ഡിമാൻഡ് സോണിൽ. സോറി, ഇത് ഇവിടെ ലെറ്റ്സ് സീ പ്രൈസ് അങ്ങ് വരെ വരുന്നുണ്ടോ എന്നൊന്ന് വാച്ച് ചെയ്യാം. അൺഫോർച്ചുനേറ്റ്ലി പ്രൈസ് അവിടെ കറക്റ്റ് ടാപ്പ് ചെയ്തിട്ട് ടി പിയുടെ തൊട്ട് മുകളിലൊന്ന് റിവേഴ്സ് ആയിട്ടുണ്ട്. എഗെയിൻ നമുക്ക് അവിടെ എത്ര ആറ് കിട്ടിയിട്ടുണ്ട്, നിയർലി 4.836 നിയർലി ടി പി ആയിരുന്നു. ഓക്കെ, ടി പി വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടം വരെ ആയിരുന്നു ആക്ച്വലി വെക്കേണ്ടത് 9R, പക്ഷെ നമുക്കൊരു 4R വരെയൊക്കെ കിട്ടിയുള്ളൂ. ഓക്കെ, അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ നിന്ന് ഇത്രയും മൂവ്മെൻറ്റ് നടന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ എൻട്രി എടുക്കാനുള്ളതായിരുന്നു, ഞാൻ എടുത്തില്ല. ഞാൻ എൻ്റെ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. എനിവേസ് നമുക്കൊരു 4.9R അടുത്ത് അവിടെ ആ ഒരു ഇതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എക്സാമ്പിളായിരുന്നു, വളരെ ഈസി ആയിട്ട് ഞാനിപ്പോൾ ഈ ഒരു സപ്ലൈ സോൺ എടുത്തത്. ഈ ഒരു സപ്ലൈ സോൺ എന്താണ് എടുത്തതെന്ന് പറഞ്ഞുതരാം. അതുപോലെ അറിയാമല്ലോ നിങ്ങൾക്ക്. അതുപോലെ ഈ ഒരു ഹൈ എന്താണ് SL വെച്ചതെന്ന് നിങ്ങൾക്ക് അറിയാം. സോറി, ഞാൻ ഇവിടെയാണ് SL വെച്ചത്, പക്ഷേ ഇത് ഹൈയിലാണ് നിങ്ങൾ SL വെക്കേണ്ടത്. അത് കുറച്ചുകൂടി സേഫ് ആയിരിക്കും. ഓക്കെ, നമ്മൾ അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറ്റുമെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. വെരി ബെറ്റ് ഇത് യൂറോ USDയിൽ ഒരു ക്ലീൻ ഡൗൺ എക്സാമ്പിളായിരുന്നു, ഡൗൺ ട്രെൻഡിൻ്റെ എക്സാമ്പിളായിരുന്നു. നമുക്കിപ്പോൾ യൂറോ USD ആയതുകൊണ്ട് തന്നെ എന്താണ് ധൈര്യമായിട്ട് ചാർട്ട് ചെയ്യാം, കാരണം സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസൊക്കെ ഒരുപാട് വർക്കാവുന്ന ചാർട്ടാണ്. അപ്പോൾ ഇത് അക്യുമുലേഷൻ ആയിരുന്നു. ഇതൊരു അൺഫോർച്ചുനേറ്റ്ലി ഇത് ഞാൻ ഈ ഒരു ഇതേ എടുത്തിട്ടുള്ളൂ, മനസ്സിലായില്ലേ. ഈ ഒരു ഓവറോൾ ട്രെൻഡും അതോടൊപ്പം തന്നെ ഹയർ ടൈം ഫ്രെയിം കൺഫർമേഷൻസും എടുത്തിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ 1 hourൽ ഇത് വരണമെന്നുണ്ടെങ്കിൽ 1 hourൽ ഡൗൺ ട്രെൻഡിലേ ഇത് വരാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഓവറോൾ ട്രെൻഡ് ബെയറിഷ് ആണ്, അതോടൊപ്പം തന്നെ ബെയറിഷ് സെൻറ്റിമെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇവിടെ ഒരു ഷോർട്ട് എൻട്രി എടുത്തത്. അപ്പോൾ ഞാനിതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ലോ പോയിൻ്റ്, ഈ പറയുന്ന ലോ പോയിൻ്റ്. ഇനി നമുക്കിത് ബ്രേക്ക് ചെയ്യുന്നവരെ കാത്തിരുന്നായിരുന്നു ഞാൻ. അതിന് ശേഷം അവിടെ നിന്ന് റീടെസ്റ്റ് കിട്ടി പോവുകയും ചെയ്തു. നമ്മുടെ മാനിപ്പുലേഷൻ സോൺ ഇതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ വേറൊരു എൻട്രി മോഡൽ വരും. ഇതുണ്ടല്ലോ, ഈ പറയുന്ന അക്യുമുലേഷൻ സോൺ ബ്രേക്ക് ചെയ്യുന്നതിടത്ത് എൻട്രി വരും. അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ലോസ് മുകളിൽ, ടാർഗറ്റ് ഇതിൻ്റെ താഴെ, ഇങ്ങനെ ഒരു എൻട്രി മോഡൽ വരും. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ ലോ RR ആയിരിക്കും. സേഫാണ്, പക്ഷേ ലോ RR ആയിരിക്കും. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഈ പറയുന്നത് പോലെ ഏതെങ്കിലും നല്ല വോളിയുള്ളൊരു സോൺ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ എല്ലാ സോൺസും ഉണ്ട്, പക്ഷേ അൺമിറ്റിഗേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രഷ് സോൺ എന്ന് പറയുന്നത് ഇവനാണ്. അതോടൊപ്പം തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ വരും കേട്ടോ, SMCയിൽ വരും. ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് ഇതിനിടയ്ക്ക്, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചില്ല അറിയാം, പക്ഷേ ഇതെല്ലാം ഒരിതാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു ഏരിയ, ആ ഒരു സോൺ കറക്റ്റ്. ഇതിപ്പോൾ വാൻ്റെ അല്ലേ യൂസ് ചെയ്യുന്നത്, ഐ തിങ്ക് FXCMലാണെന്ന് തോന്നുന്നു ഞാൻ എടുത്തത്. കറക്റ്റ് ഇതാ ഇവിടെ ടാപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഇതല്ല, ഇവിടെ കറക്റ്റ് ഈ വിക്കിന് മുകളിൽ തന്നെ ടാപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഫുള്ളോടെ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. കറക്റ്റ് ഒരു എൻട്രി ആയിരുന്നു അത്. ഇവിടെ എത്തിയപ്പോൾ ഞാൻ TP ബുക്ക് ചെയ്യുകയും ചെയ്തായിരുന്നു. നല്ല RR എൻട്രി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, നേരത്തെ പറഞ്ഞ ഒരു AMDയുടെ എക്സാമ്പിളാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരു അടുത്ത എക്സാമ്പിളുണ്ട്, അപ് ട്രെൻഡിൽ വന്നത്. സോറി, അതൊരു കറക്റ്റ് മാനിപ്പുലേഷൻ അല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ്റെ. ഞാനിതിൻ്റെയൊക്കെ ചാർട്ട്സ് ഒരുപാട് പോസ്റ്റ് ചെയ്യാം, അതിൽ നിന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ഒരുപാട് പഠിക്കുന്നത്. അല്ലാതെ ഇതിപ്പോൾ റീപ്ലേ ബട്ടൺ എടുത്ത് തന്നിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ കണ്ടുവയ്ക്കാനേ പറ്റൂ. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ് ട്രെൻഡിൽ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വരും. അതുപോലെ ഒരു ഡൗൺ ട്രെൻഡിൽ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വരും. കണ്ടോ, ഇതാണ് അതിൻ്റെ എൻട്രി മോഡൽസ്. ഇതിൻ്റെയൊക്കെ PDF ഞാൻ ക്രിയേറ്റ് ചെയ്ത് തരാൻ കണ്ടു. അപ്പോൾ ഇത്രയുള്ളായിരുന്നു നിങ്ങളുടെ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ തിയറി. ഇത് കഴിഞ്ഞ് ഇനി നമ്മൾ നെക്സ്റ്റ് പാർട്ട് അഡ്വാൻസ്ഡ് പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജീസിലേക്ക് പോവുകയാണ്. ക്വാസിമോഡോ പാറ്റേണും ഹാർമോണിക് പാറ്റേൺസും ഒക്കെ ചേർത്തിട്ട് ഒരു അടിപൊളി സ്ട്രാറ്റജി വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിവേസ് ഇത്രയുള്ളായിരുന്നു നിങ്ങളുടെ AMD തിയറി. ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റാൻഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലൈവ് സെഷൻ നെക്സ്റ്റ് സാറ്റർഡേ വരും. ഓക്കെ.